Did you know, viewers, the Congress party has a registered office in Turkey? രാജ്യത്ത് സംഘപരിവാറിന്റെ ജിഹ്വയായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ അർണബ് ഗോസ്വാമി ശരിക്കും പെട്ടിരിക്കുകയാണ്. കാഴ്ചക്കാരെ, കോൺഗ്രസ് പാർട്ടിക്ക് തുർക്കിയിൽ ഒരു രജിസ്റ്റർ ചെയ്ത ഓഫീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? തുർക്കിയിൽ കോൺഗ്രസിന് എന്ത് തരത്തിലുള്ള ബിസിനസ്സാണുള്ളത് എന്നായിരുന്നു ഒരു പ്രക്ഷേപണത്തിനിടെ അർണബ് ഗോസ്വാമിയുടെ ചോദ്യം. BJPയുടെ ദേശീയ വിവരസാങ്കേതിക വകുപ്പിന്റെ ചുമതലയുള്ള അമിത് മാളവയും അർണബിന്റെ വീഡിയോ പങ്കിട്ടു. എന്നാൽ അർണബിന്റെ വാദങ്ങൾക്ക് അധിക നേരം പച്ച പിടിച്ചു നിൽക്കാനായില്ല. പ്രമുഖ വസ്തുതാന്വേഷണ പരിശോധകനായ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈർ ഈ തെറ്റായ അവകാശവാദത്തെ പൊളിച്ചടുക്കി. I want to ask you something. What kind of business does your party have in Turkey? Did you know, viewers, the Congress party has a registered office in Turkey? അല്ല സ്വാമി, ഇതെന്താ കഥ? എന്ത് ഭാവിച്ചാണ്? നിങ്ങൾ വലിയൊരു മാധ്യമപ്രവർത്തകനല്ലേ? കോൺഗ്രസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലേ? ഇങ്ങനെ പോയാൽ CPMന് പാർട്ടി കോൺഗ്രസ് നടത്താൻ കഴിയുമോ? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ്, ഇങ്ങനെ കോൺഗ്രസ് ഏറെയുണ്ട്. അല്ല, ഒരു കാര്യം അറിയാം, നിങ്ങൾക്ക് തെറ്റിയതല്ല. വടക്കേ ഇന്ത്യയിലെ പാവങ്ങളുടെ ഇടയിൽ വിട്ടുനോക്കിയതാ. ഏറ്റാലോ എന്ന് കരുതി. അർണബ് ഗോസ്വാമി പറഞ്ഞ ഇസ്താംബുൾ കോൺഗ്രസ് സെന്റർ ഒരു കൺവെൻഷൻ സെന്ററാണെന്ന് വസ്തുതാ പരിശോധനാ വെബ്സൈറ്റായ ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ വെളിപ്പെടുത്തിയതോടെ ശരിക്കും പെട്ടു നമ്മുടെ സ്വാമി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് സാമൂഹിക മാധ്യമങ്ങൾ വഴി രൂക്ഷ വിമർശനമുയർന്നു. ഒടുവിൽ മാപ്പുമായെത്തി സ്വാമിയുടെ റിപ്പബ്ലിക് TV. പിശകിൽ ഞങ്ങൾ ആത്മാർത്ഥമായും നിരുപാധികമായും ഖേദിക്കുന്നുവെന്ന് റിപ്പബ്ലിക് TV സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ലീഗൽ സെൽ മേധാവി ശ്രീകാന്ത് സ്വരൂപ് നൽകിയ പരാതിയിൽ പോലീസ് അർണബ് ഗോസ്വാമിക്കും അമിത് മാളവിക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണിപ്പോൾ. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 192, അതായത് കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, സെക്ഷൻ 352, അതായത് സമാധാന ലംഘനം നടത്താൻ പ്രകോപിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അപമാനിക്കൽ എന്നിവ പ്രകാരമാണ് കേസ്. ഇന്ത്യ പാക് സംഘർഷ വേളയിൽ പാകിസ്ഥാൻ സാമൂഹ്യ മാധ്യമങ്ങളിലെ കെട്ടുകഥകളെ പൊളിച്ചടുക്കിയ സുബൈറിനെ നാം കണ്ടതാണ്. ഇപ്പോൾ അർണബ് ഗോസ്വാമി മുഹമ്മദ് സുബൈറിലെ ഫാക്ട് ചെക്കറെ ശരിക്കും തിരിച്ചറിയുകയാണ്.